നമസ്കാരം. മനുഷ്യർക്ക് മറ്റു മൃഗങ്ങളിലില്ലാത്ത വലിയൊരു സവിശേഷതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. മനുഷ്യന് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. മനുഷ്യന് ഇതുവരെ കാണാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഇതുവരെ സ്പർശിച്ചിട്ടില്ലാത്ത, ഇതുവരെ അതിൻ്റെ സ്മെല്ലറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിച്ച് നുണകൾ പറയാൻ കഴിയും, നുണക്കഥകൾ ഉണ്ടാക്കി പറയാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ള ഐതിഹ്യങ്ങളും കഥകളും ദൈവങ്ങളും മതങ്ങളും എല്ലാം ഉണ്ടായത് അതുപോലുള്ള കഥകളിൽ നിന്നാണ്. മനുഷ്യന് മാത്രമുള്ളൊരു കഴിവാണത്. മറ്റു മൃഗങ്ങൾക്ക് ശ്രദ്ധിക്കുക, അവിടെ ഒരു സിംഹമുണ്ട്, അവിടെ ഒരു അപകടമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് മറ്റു മൃഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ അവർക്കൊരിക്കലും അവർ കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി പറയാൻ കഴിയില്ല. മനുഷ്യന് മാത്രമാണ് അത് സങ്കല്പിച്ച് ഉണ്ടാക്കി പറയാൻ കഴിയുക. ശ്രദ്ധിക്കുക, അവിടെ ഒരു സിംഹമുണ്ട്, ആ സിംഹം നമ്മുടെ കാവൽ മാലാഖയാണ്. നമ്മൾ ഒരിക്കലും ആ സിംഹത്തെ ഉപദ്രവിക്കരുത്. ആ സിംഹം അതിനോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളെയും നമ്മുടെ കൂട്ടരെയും ആ സിംഹം രക്ഷിക്കും എന്നൊരു കഥയൊക്കെ ഉണ്ടാക്കി പറയാൻ കഴിയും മനുഷ്യന്. മറ്റു മൃഗങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു കുരങ്ങൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ആ കുരങ്ങൻ്റെ കയ്യിൽ ഒരുപാട് വാഴപ്പഴങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു വാഴപ്പഴം മറ്റൊരു വാഴപ്പഴം ഇല്ലാത്തൊരു കുരങ്ങിന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കുരങ്ങന്മാരുടെ സ്വർഗത്തിലെത്തും. ആ കുരങ്ങന്മാരുടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വാഴപ്പഴങ്ങൾ കിട്ടും. അങ്ങനെ ഒരു കുരങ്ങൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ ഒരു വാഴപ്പഴം മറ്റൊരാൾക്ക് കൊടുക്കുമോ? ഒരിക്കലുമില്ല. കാരണം ആ കുരങ്ങൻ ആ കഥ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങളൊരു മനുഷ്യനോട് ആ കഥ പറഞ്ഞു നോക്കൂ, അവനത് വിശ്വസിക്കും. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. മനുഷ്യൻ്റെ ഈ ഒരു കഴിവ്, അതായത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാനുള്ള കഴിവ് മനുഷ്യനെ പരിണാമത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കഥകളുടെ ബേസിലാണ് മനുഷ്യൻ ഒത്തുകൂടാൻ തുടങ്ങിയത്, വലിയ സംഖ്യകളായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് തേനീച്ചകളുടെ കൂട്ടത്തെയോ അല്ലെങ്കിൽ ഉറുമ്പുകളുടെ കൂട്ടത്തിലോ ഇത്ര വലിയ സംഖ്യകളായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരൊരു പ്രത്യേക പാറ്റേണിൽ മാത്രമാണ് പ്രവർത്തിക്കുക. അവർക്കൊരു ചിട്ടയുണ്ട്, ആ ചിട്ടപ്പടി മാത്രമാണ് അവരതിൽ പ്രവർത്തിക്കുക. അതേസമയം ഒരു ചിമ്പാൻസിയോ അല്ലെങ്കിൽ ഒരു കുരങ്ങൻ്റെ കൂട്ടത്തിനോ കുറച്ചുകൂടി വഴക്കത്തോടെ ഫ്ലെക്സിബിളായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ അവർക്ക് ഒരുപാട് വലിയ നമ്പേഴ്സിൽ കൂടിച്ചേരാൻ കഴിയില്ല. അവരെപ്പോഴും ഒരു ലിമിറ്റഡ് നമ്പറായിരിക്കും. അവർക്ക് പരിചയമുള്ള അടുത്തറിയാവുന്ന ആളുകളുടെ കൂടെ മാത്രമാണ് അവർ ചേർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഉത്സവപ്പറമ്പിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ കൂട്ടമായ പ്രാർത്ഥനയ്ക്കോ എവിടെയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കുക. അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഒത്തുകൂടാൻ കഴിയും. നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത മനുഷ്യരുമായിട്ട് നിങ്ങൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അതായത് മനുഷ്യന് മാത്രം കഴിയുന്നൊരു പ്രത്യേകതയാണ് വലിയ സംഖ്യകളായി വ്യത്യസ്തമായ രീതിയിൽ ഒരേ മിത്തിനെയോ അല്ലെങ്കിൽ ഒരു കഥയെയോ എന്തിനെങ്കിലും വിശ്വസിച്ച് കൂട്ടം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ കൂട്ടം ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് മനുഷ്യൻ പല പ്രതിസന്ധികളെയും അതിജീവിച്ചു വന്നത്. അവിടെ നിന്നാണ് മതങ്ങളുടെയും ദൈവങ്ങളുടെയും ഒക്കെ ജനനം. കഥകളിലും മിത്തുകളിലും മറ്റു വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ചത് കൊണ്ടാണ് മനുഷ്യന് ഇത്ര വലിയ സംഖ്യകളായി ഒരുമിച്ച് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. നമുക്കൊരിക്കലും മറ്റൊരു മൃഗത്തിൻ്റെ ഇത്രയും വലിയ കൂട്ടത്തെ, ഇത്രയും ഫ്ലെക്സിബിളായ കൂട്ടത്തെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മനുഷ്യന് മാത്രം കഴിയുന്നൊരു പ്രത്യേകതയാണത്. അതുകൊണ്ടാണ് മനുഷ്യൻ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് വന്നത്. നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.